ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം കഴിഞ്ഞ ഭാഗങ്ങളുടെ തുടർച്ച തന്നെയാണ്. അതായത് 15-ൽ 5 വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. പ്രൊഡ്യൂസർ സൊസൈറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂൾ 15 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഈ ക്ലാസിഫിക്കേഷൻസ് നടത്തുന്നത് ആരാണ്? രജിസ്ട്രാറാണ് കേട്ടോ. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ, പ്രൊഡ്യൂസർ സൊസൈറ്റി 5 തരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അവയുടെ കോഡ് നമ്മൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു അല്ലേ. സുരഭിയുടെ കയ്യിൽ എന്താ? കയറും മത്സ്യവും പാലും, അതായത് മിൽമ. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ അത് 15-ൽ 5-ലാണ്. 5 തരം സൊസൈറ്റീസ് ഉണ്ട്. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവയെല്ലാം ജസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് 15-ൽ 6 കേട്ടോ. 15-ൽ 6 ഹോസ്പിറ്റൽ സൊസൈറ്റീസ് ആണ്. റൂൾ 15 സബ്സെക്ഷൻ 6-ൽ വരുന്നത് ഹോസ്പിറ്റൽ സൊസൈറ്റീസ് ആണ്. അപ്പോൾ ഹോസ്പിറ്റൽ സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ആരാണ്? ഹോസ്പിറ്റൽ ഫെഡ് തന്നെയാണ് അല്ലേ. ഹോസ്പിറ്റൽ ഫെഡ് തന്നെയാണ് അപ്പെക്സ്. അതിന് പ്രൈമറി ഹോസ്പിറ്റൽസ്, ഡിസ്പെൻസറീസ്, സൊസൈറ്റീസ്, അത് ഏതും ആവാം. അലോപ്പതി ആവാം, ആയുർവേദമാവാം, ഹോമിയോ ആവാം, യുനാനി ആവാം, ഏതും ആവാം. അപ്പോൾ അവയൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് മാറി മറിഞ്ഞൊക്കെ വരും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടത് നോക്കേണ്ടത് 15-ൽ 6 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോസ്പിറ്റൽ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അപ്പെക്സ് സ്ഥാപനം ഏതാണ്? ഹോസ്പിറ്റൽ ഫെഡാണ്. അത് പ്രൈമറി ആണെന്നും ജസ്റ്റ് ഓർത്തിരിക്കുക. പ്രൈമറി സൊസൈറ്റീസ് അതുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി അതേപോലെ 15-ൽ 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ 15-ൽ 7 പറഞ്ഞത് SC/ST സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. 15 സബ്സെക്ഷൻ 7 SC/ST സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. അതിനൊരു അപ്പെക്സ് ഉണ്ടല്ലോ, അതാണ് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് SC/ST ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അതിൻ്റെ അപ്പെക്സ് ആയിട്ട് പിന്നെ പ്രൈമറി ആയിട്ട് പലതരത്തിലുള്ള SC/ST ഫെഡറേഷൻസ് ഉണ്ട് കേട്ടോ. SC/ST ഫെഡറേഷൻസ് ഉണ്ട് പ്രൈമറി ലെവലിൽ. അപ്പോൾ അപ്പെക്സ് ഹൗസ് ഫെഡ്, അത് താഴെ പ്രൈമറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് SC/ST സൊസൈറ്റീസ് ആണ്. അതിൻ്റെ മുകളിൽ കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് SC/ST ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ആൾ വരും അല്ലേ, നോക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതാണ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രൈമറി ഉണ്ട് കേട്ടോ. SC/ST സൊസൈറ്റീസ് പ്രൈമറി ഉണ്ട് എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ SC/ST സൊസൈറ്റീസ് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സൊസൈറ്റീസും കഴിഞ്ഞു. 15-ൽ 6 15-ൽ 7 കേട്ടോ. അത് കഴിഞ്ഞ് 15-ൽ 8 വരികയാണ്. 15-ൽ 8 എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കറിയാവുന്ന തന്നെയാണ് സ്കൂൾ കോളേജ് സഹകരണ സംഘങ്ങൾ അല്ലെ, എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ്സ്. അതവിടെ മാത്രമല്ല എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പ്രൈമറിയിൽ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൈമറി ആ തരത്തിൽ തന്നെ പ്രൈമറിയിലാണ് എല്ലാം പെടുന്നത് കേട്ടോ. അതർ എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് കോളേജസ്, ഇതെല്ലാം ഇതിൻ്റെ പരിധിയിലാണ് വരുന്നത്. ഫെഡറലിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഫെഡറൽ ഉണ്ടാക്കാം, പക്ഷേ ഇപ്പം അങ്ങനത്തെ ഫെഡറൽ ഇപ്പം നിലവിലില്ല. സാധാരണ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൈമറി ലെവലിലാണ് ഇവിടെ കൂടുതലും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ 15-ൽ 8 എന്താണ്? എഡ്യൂക്കേഷനാണ് അല്ലേ. എഡ്യൂക്കേഷൻ 8. എഡ്യൂക്കേഷൻ വട്ടാണെന്ന് ആലോചിച്ചാൽ മതി. 8 വട്ടോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക. 8മായി ബന്ധപ്പെട്ട് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ പൊട്ടും എന്ന് ആലോചിക്കുക. അപ്പോഴും ടാ വരും. 8മായി കണക്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ കണക്ട് ചെയ്യാൻ എളുപ്പം ആ രീതിയിൽ കണക്ട് ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും കണക്ഷൻസ് വരുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് വരുമ്പോൾ ഏതെങ്കിലും ഒന്നെടുത്ത് കറപ്പിക്കാൻ പറ്റുമല്ലേ. ഓക്കെ. ഏതെങ്കിലും ഒന്നല്ല, കറക്റ്റ് ആൻസർ തന്നെ വേണം നമ്മൾ കറപ്പിക്കാൻ കേട്ടോ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ 9-ലേക്ക് വരുമ്പോൾ 15-ൽ 9 വരികയാണ്. 15-ൽ 9 ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ പ്രൈമറിയിൽ തന്നെയാണ് അത് കിടക്കുന്നത് കേട്ടോ. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് തന്നെയാണ്, പ്രൈമറിയിലാണ്. ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അതാണ് അതിൻ്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഘടനാപരമായിട്ടുള്ള അതിൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കേണ്ട സംഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് 15-ൽ 9 അപ്പെക്സ് ഉണ്ട്. ലേബർ ഫെഡാണ് കേട്ടോ. ഈ ലേബർ തൊഴിലാളികളുടെ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളായിട്ടും അവരുടെ ഒരു നല്ല റെപ്രസെൻറ്റേറ്റീവായിട്ട് അപ്പെക്സ് ആയിട്ട് നിൽക്കുന്നത് ലേബർ ഫെഡാണ്. അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കുമ്പോൾ അതിനനുസരിച്ച് താഴെയുള്ളവർക്ക് ഫണ്ട് കൊടുക്കും. അപ്പോൾ അതൊരു ചെയിൻ പോലെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. 15-ൽ 9 ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അപ്പെക്സ് ലേബർ ഫെഡാണ്. പ്രൈമറി ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അഥവാ ULCCS ആണ്. ഓക്കെ. അത്രയാണ് 15-ൽ 9 കാര്യം പറഞ്ഞത് കേട്ടോ. 15-ൽ 8 നമ്മൾ പറഞ്ഞു. 8 നമ്മൾ സംസാരിച്ചതാണ്. അത് കഴിഞ്ഞ് 15-ൽ 9 വരുന്നു. ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓക്കെ. 8 എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ്സ് ആയിരുന്നു. 9 ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്, അത് പറഞ്ഞു. പിന്നെ അടുത്തത് 15-ൽ 10 പറയുന്നത് വുമൺ അല്ലെങ്കിൽ വനിത കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കേട്ടോ. 15-ൽ 10 പറയുന്നത് വനിത അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓക്കെ.
വുമൺസിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ അപ്പെക്സ് ആരാണ്? വനിതാ ഫെഡാണ് കേട്ടോ. അതിൻ്റെ അപ്പെക്സ് വനിതാ ഫെഡാണ്. അതിന് പ്രൈമറി ഉണ്ട്, പ്രൈമറി വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത് നോർമൽ ലെവലിലുള്ള ക്ലാസിഫിക്കേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ആരാണ്? വനിതാ ഫെഡാണ് കേട്ടോ. വനിതാ ഫെഡാണ്. പിന്നെ പ്രൈമറി അതായത് പ്രൈമറി വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തന്നെയാണ്. ഓക്കെ. ഇനി 15-11 കേസിലേക്ക് വരുമ്പോൾ ടൂറിസം കോപ്പറേറ്റീവ്സ് ആണ്. 2 ടയറാണ്. റൂൾ 15-11 പ്രകാരമാണ് ടൂറിസം കോപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. പ്രൈമറി ഉണ്ട്, അവിടെ അപ്പെക്സ് ആയ ടൂർ ഫെഡാണ്. പിന്നെ പ്രൈമറി സൊസൈറ്റീസ് അണ്ടർടേക്ക് ടൂറിസം ആക്ടിവിറ്റീസ്, കുറച്ച് ടൂറിസം ആക്ടിവിറ്റീസൊക്കെ അവർ ചെയ്യുന്നുണ്ട്. 15-11 പ്രകാരം ടൂറിസം കോപ്പറേറ്റീവ്സ്. ടൂർ ഫെഡാണ് ഇതിനെല്ലാം പ്രധാനമായിട്ട് ധാരാളം ഫണ്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ടൂർ ഫെഡ് വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്ത് പോവാം. 15-11 ടൂറിസം കോപ്പറേറ്റീവ്സ് ആണ്. 15-11 ടൂറിസം കോപ്പറേറ്റീവ്സ് ആണ്. 2 ടയറാണ്. അപ്പെക്സ് ടൂർ ഫെഡ് ആണെന്നും പ്രൈമറി സൊസൈറ്റീസ് അണ്ടർടേക്ക് ടൂറിസം ആക്ടിവിറ്റീസ് എന്നാണെന്നും ഓർത്തിരിക്കുക. അതാണ് 15-11 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 15-12 കടക്കുന്നു. ഇത് കാണുമ്പോൾ ഒരുപാട് വലിയ സംഭവം തോന്നും, പക്ഷേ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ. 15-12 മിസ്സലേനിയസ് സൊസൈറ്റീസ് ആണ്. ഈ മിസ്സലേനിയസ് സൊസൈറ്റീസിൽ എന്തെല്ലാം വരണമെന്ന് നോക്കാം. ഒന്നാമത്തെ പറയുന്നത് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് ആണ്. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി തന്നെ 3 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ബെറ്റർ ലിവിങ്, ലിറ്റററി സൊസൈറ്റീസ്, അതുപോലെ വെൽഫെയർ സൊസൈറ്റീസ് ആണ്. ബെറ്റർ ലിവിങ് സൊസൈറ്റീസ്, ലിറ്റററി സൊസൈറ്റീസ്, വെൽഫെയർ സൊസൈറ്റീസ്. ഇത് മൂന്നും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. ഇവ മൂന്നും സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ കൊമേഴ്ഷ്യൽ സൊസൈറ്റീസ് ഉണ്ട്. അത് ഇൻഷുറൻസ്, മോട്ടോർ ട്രാൻസ്പോർട്ട്, ഓട്ടോറിക്ഷ, പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ മീഡിയ ഉണ്ട്. കോപ്പറേറ്റീവ് പ്രിൻറ്റിംഗ് പ്രോസസ് ആൻഡ് വർക്ക്ഷോപ്പ്, വീഡിയോ, വിഷ്വൽ ആൻഡ് ഫിലിം സൊസൈറ്റീസ്. അങ്ങനെ പല ആവശ്യങ്ങൾ കൂടി കടന്നു വരുന്നതാണ് മിസ്സലേനിയസ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് ഫെഡറൽ സൊസൈറ്റീസ് വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിലവിലില്ല, പക്ഷേ ഫെഡറൽ സൊസൈറ്റീസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഹാവിങ് 1 ഡിസ്ട്രിക്റ്റ് ഓർ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ്. ഒന്നുകിൽ ഒരു ജില്ല മുഴുവൻ പ്രവർത്തനം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജില്ലകൾ കേട്ടോ. ആസ് എ സ്റ്റേറ്റ്, ആസ് എ വോൾ, ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മുഴുവൻ ആവാം എന്നാണ് പറയുന്നത്. എന്തിൻ്റെ? ഫെഡറൽ സൊസൈറ്റീസിൻ്റെ നിയമമായിട്ട് പറഞ്ഞത് കേട്ടോ. അതേഴ്സ് നോട്ട് ഫോളിങ് എബവ് സബ് ക്ലാസസ് ലിഫ്റ്റഡ് ഇറിഗേഷൻ സൊസൈറ്റീസ്, പ്രൊഡ്യൂസേഴ്സ് കം കൺസ്യൂമർ സൊസൈറ്റി എന്നാണ് അറിയപ്പെടുന്നത്. പ്രൊഡ്യൂസേഴ്സ് കം കൺസ്യൂമർ സൊസൈറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് 15-13 എന്താ പറയുന്നത്? അവിടെ MPCSനെ കുറിച്ചാണ് പറയുന്നത്. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ് 13ാമത് പ്രതിപാദിക്കുന്നത് കേട്ടോ. 13ാമത് പ്രതിപാദിക്കുന്നത് എന്താണ്? മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. 15-13 മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ 13 തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. 12 മിസ്സലേനിയസ് സൊസൈറ്റീസ് ആണ്. 13 എന്ത്? മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരുന്നത് കേട്ടോ. അപ്പോൾ മിസ്സലേനിയസിൽ നമ്മൾ കുറേ സംഭവങ്ങൾ പറഞ്ഞു. സോഷ്യൽ വെൽഫെയർ, ബെറ്റർ ലിവിങ്ങും ലിറ്റററി വെൽഫെയറും. പിന്നെ കൊമേഴ്ഷ്യൽ സൊസൈറ്റീസിൽ നമ്മൾ പലതരത്തിലുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ ഫെഡറൽ സൊസൈറ്റീസും ഉണ്ടാകാമെന്ന് പറഞ്ഞു. ഒരു ഡിസ്ട്രിക്റ്റും മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റും അല്ലെങ്കിൽ സ്റ്റേറ്റും ആയിരിക്കണം അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. അതേഴ്സ് നോട്ട് ഫോളിങ് എബവ് സബ് ക്ലാസസ് ലിഫ്റ്റ് ഇറിഗേഷൻ സൊസൈറ്റീസും ഇതുമായി ബന്ധപ്പെട്ട തന്നെയാണ് കേട്ടോ. പ്രൊഡ്യൂസേഴ്സ് കം കൺസ്യൂമർ സൊസൈറ്റി, പ്രൊഡ്യൂസേഴ്സ് കം കൺസ്യൂമർ സൊസൈറ്റിയും ഇതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് അതിൻ്റെ ആരംഭം ഉണ്ടല്ലോ, അത് പഠിക്കണം. പിന്നെ നമ്മുടെ റൂളുണ്ടല്ലോ 2 വന്നിട്ടുള്ളത്, അപ്പോൾ അതും മാറ്റി പഠിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ വരും ക്ലാസ്സിൽ നമുക്ക് ഉഷാറായിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിലപ്പെട്ട കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗം, അതായത് ഏകദേശം 13 ഇതുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ഡൺ ബൈ രജിസ്ട്രാറാണ് ഈ സെക്ഷൻ 15 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് ഏകദേശം ഒരുവിധം 15-13 വരെ വലിയ കുഴപ്പമില്ലാതെ എടുത്തു കൊടുക്കാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളും എല്ലാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഡെയിലി ഡിസ്കഷൻ്റെ ഭാഗമാവുകയും ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്